നമ്മുടെ സംസ്ഥാനത്തേക്ക് കഞ്ചാവ്, MDMA ഉൾപ്പെടെ മയക്കുമരുന്നുകളുടെ ഒഴുക്ക് വളരെ അധികമുണ്ട്. അപ്പോൾ ഇതിനെതിരെയാണ് രമേശ് ചെന്നിത്തല, അദ്ദേഹമാണ് ആഭ്യന്തരമന്ത്രി, ഓപ്പറേഷൻ തൂഫാൻ ഇറങ്ങുകയാണ്, ഇനി ഇവരെയൊക്കെ അമർച്ച ചെയ്യുമെന്ന് പറഞ്ഞു. ഇതൊക്കെ ഏതൊരു സർക്കാരും വരുമ്പോൾ പറയുന്ന കാര്യങ്ങളല്ലേ? അല്ലെങ്കിൽ മാമിന് തോന്നുന്നുണ്ടോ ഇത് വളരെ കൃത്യമായിട്ട് നടപ്പിലാക്കുന്നുണ്ട് എന്ന്? നടപ്പിലാക്കുന്നുണ്ടോ എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇന്നലെ തന്നെ ഞാൻ MG റോഡിൽ ഒരു സൈഡ് റോഡിൽ എനിക്ക് കാറ് കയറ്റാൻ പോകുമ്പോൾ അതിന് മുമ്പിൽ ഇങ്ങനെ യൂട്ടേൺ എടുക്കാനായിട്ട് നിൽക്കുമ്പോൾ ഒരു പോലീസ് ജീപ്പ് പോകുന്നുണ്ട്, റൈറ്റിലേക്ക് തിരിയുന്നുണ്ട്. ഇറ്റ്സ് സോ ഹാപ്പൻ എനിക്കും അങ്ങോട്ട് തന്നെയാണ് തിരിഞ്ഞു പോകേണ്ടിയിരുന്നത്. അവർ ഇറങ്ങി ഒരു പയ്യനെ പിടിച്ച് അവൻ്റെ കയ്യിലെ സഞ്ചിയും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുന്ന കണ്ടേ. ഞാൻ എപ്പോഴും പറയുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്, ഈ വിൽക്കുന്ന ആൾക്കാരുടെ കയ്യിൽ ഒരു സഞ്ചിയാണ് ഉണ്ടാവുക. അതും കൊണ്ട് അവർക്ക് എങ്ങനെ വേണമെങ്കിലും ഓടി മാറാൻ പറ്റുമല്ലോ. സഞ്ചിയും ഉണ്ടാവും, അവരും ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു ചെറിയ തട്ട് പോലെ മാറ്റാൻ പറ്റുന്ന പോലെ രണ്ട് കല്ലിൻ്റെ മുകളിൽ ഒരു വെറുതെ ഒരു തട്ട് വെച്ചിട്ടുണ്ടാകും. അതിൻ്റെ മുകളിലൊക്കെ ഇരുന്നാണ് വിൽപ്പന ചെയ്യുന്നത്. എനിക്ക് അത്ഭുതം തോന്നി. കാരണം ഒരിക്കലും ഞാൻ അവിടെ നിന്നൊരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ഒരാളെ പിടികൂടുന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. അപ്പോൾ ഇവര് വളരെ സീരിയസ് ആയിട്ട് തന്നെ ഇതിൻ്റെ പുറകെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് എനിക്ക് സന്തോഷം തോന്നി. പനമ്പള്ളി നഗറിൽ ഞാൻ കണ്ടു ഇതുപോലെയുള്ള കാര്യം. പനമ്പള്ളി നഗറാണെങ്കിൽ പിന്നെ ഫ്രീ ഫോർ എവറിത്തിങ് ആണ്. ഡ്രഗ്സ് മാത്രമല്ല, എല്ലാം അവിടെ. നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പോലും പറ്റില്ല. സദാചാര പോലീസിങ് ആണെന്ന് ഉള്ള ഒരു അവസ്ഥയിലേക്ക്. സദാചാരമൊന്നും അല്ല, ജീവിക്കണ്ടേ നമുക്ക്. നമ്മളിങ്ങനെ ഒരു തരം എന്താ പറയുന്ന ഈ ജെൻസികളുടെ പൂക്കികളുടെയൊക്കെ ഇങ്ങനെ അത് പിടിച്ചു. അതിൻ്റെയൊക്കെ ഇടയിൽ നമ്മൾ ജീവിക്കാന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു ദിവസം ഈ ഇതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇങ്ങനെ ആയിരുന്നില്ല. പോലീസ് ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും കുറച്ചൊരു ലീനിയൻ്റ് ആയിട്ടുള്ളതായിരുന്നു. പ്രജിത, ഒരു തവണ ചെങ്ങന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരാഴ്ചയോളം താമസിക്കേണ്ടി വന്നു. അവിടെ ശ്രീധരൻപിള്ള സാർ ഒരു ബൈ ഇലക്ഷനിൽ BJPയുടെ കാൻഡിഡേറ്റായി നിൽക്കുന്ന സമയത്ത് പ്രവർത്തനത്തിന് വേണ്ടി പോയതാണ്. അപ്പം നമ്മൾ ഈ ക്യൂബൻ കാർഡുകളിൽ തയ്ച്ചു വളരുന്ന ഒരു ചെടിയുടെ പേര് പറയൂ കുട്ടി. കഞ്ചാവ് അതല്ലേ? അല്ലേ? ഗൂഗിൾ ചെയ്യണോ? അപ്പൊ എന്തായാലും അദ്ദേഹത്തിന്റെ ചിത്രമൊക്കെ വളരെ മനോഹരമായിട്ടൊരു വീടിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. അപ്പൊ ഞാൻ അമ്മയോട് ചോദിച്ചു, എന്താ ഇത് ആരാ? ഞാൻ പറയാത്തോലെ നെട്ടും പൊട്ടും തിരിയാത്ത പാവാടക്കാരി അല്ലെങ്കിൽ നാട്ടുമ്പുറത്തുകാരിയെ പോലെ ഞാൻ ചോദിച്ചു. ഇതൊരു വലിയ കമ്മ്യൂണിസ്റ്റ് നേതാവാണ്. ആണോ? എവിടെയുള്ള ആളാ? അപ്പോൾ അതേ, എനിക്കാണ് കൃത്യമായിട്ടൊന്നുമല്ല, മോൻ കൊണ്ട് വെച്ചിരിക്കുകയാണ്. വലിയൊരു നേതാവാണ്, അവരുടെയൊക്കെ കാണപ്പെട്ട ദൈവമാണെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വിടുവോ? ഉള്ളതും ഇല്ലാത്തതൊക്കെ ചേർത്ത് വെച്ചോടെ ചാമ്പി. ഇത് ക്യൂബയിലെ ഏറ്റവും വലിയ കഞ്ചാവ് വിൽപ്പന മുതലാളിയാണ്, ക്യൂബൻ ജനതയെ വഴിതെറ്റിച്ച. നിങ്ങൾ പറഞ്ഞൊക്കെ സത്യമാണോ? സത്യമായിരിക്കും, ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് പറഞ്ഞത്. എന്നാ ഇവൻ താഴെ ഇരിക്കട്ടെ എന്ന് ഞാൻ ഫോട്ടോ എടുത്ത് നിലത്തെ കൂടേക്ക് കുത്തി വെച്ചു. അതുപോലെ ചൈനയിൽ ഒരു തലമുറ മുഴുവനും വഴിതെറ്റിപ്പോയത് കഞ്ചാവ് കൊണ്ടാണ്. നമ്മൾ ലാസ്റ്റ് എംപറർ സിനിമ ഉൾപ്പെടെ പല കാര്യത്തിലും നമ്മൾ ചരിത്ര പുസ്തകങ്ങളിലൊക്കെ നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. ഏറ്റവും മനുഷ്യന്റെ മനസ്സിനെ ഒരു മയക്കുമരുന്നിലേക്ക് കൊണ്ടുവരുന്ന, ഈവൻ കാപ്പി ചായ പോലും കഫെയിൻ ഇഫക്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. ആ സമയത്ത് നമ്മൾ കഴിച്ചില്ലെങ്കിൽ അതൊക്കെ വന്നത് ചൈനയിൽ നിന്നാണ്. അവിടെയും ഒരു തലമുറ ഈ കഞ്ചാവിൻ്റെയും കാര്യങ്ങളുടെയും പുറത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കമ്മ്യൂണിസം നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ പലതും കഞ്ചാവാണ് അവരുടെ അടിസ്ഥാനപരമായ ഒരു എന്താ പറയുക, അവർക്ക് എനർജി കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് ഭാഷ്യപ്പെടുത്തി ഇങ്ങനെ വളച്ചൊക്കെ കൊണ്ടുവരാം. അതൊക്കെ നിൽക്കട്ടെ. അപ്പം ഞാൻ കൗൺസിലറായിരുന്ന ഡിവിഷനിൽ ആണ് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഏറ്റവും കൂടുതൽ കഞ്ചാവും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ കാറിൽ ഇങ്ങനെ വെറുതെ ഇറങ്ങിക്കൊണ്ടിരിക്കും കേട്ടോ. ഒരു ജോലിയിൽ ഇലക്ട്രിക് കാറായിട്ട്, അപ്പോൾ പിന്നെ പെട്രോളിൻ്റെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഡ്രൈവറോട് പറഞ്ഞു, എൻ്റെ കൂടെയുള്ള എൻ്റെ സഹപ്രവർത്തകനോട് പറഞ്ഞു, അതെ എനിക്ക് തോന്നുന്നു ഇയാളുടെ കയ്യിൽ കഞ്ചാവ് ഉണ്ടെന്ന് തോന്നുന്നു, കാർ മുമ്പോട്ട് കയറ്റി നിർത്തും, ഞാൻ ഇവിടെ തന്നെ ഇരിക്കാം, പുറത്തേക്ക് പോയി ചോദിക്കാമോ എന്ന് ചോദിച്ചു. അദ്ദേഹം ചാടിത്തുള്ളി ചെന്ന് ചോദിച്ചു. എഞ്ചിനോട് തന്നെയാ കേട്ടോ. ഉണ്ടോ, കഞ്ചാവുണ്ടോ? ഉണ്ട്. ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഓടി നിൽക്കാം. അയ്യോ ചേച്ചി, ഞാനില്ല, അയാൾക്ക് കഞ്ചാവുണ്ട്, എത്ര വേണ്ടതെന്ന് ചോദിക്കണോ? എവിടെയെങ്കിലും എൻ്റെ ക്യാമറ ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കൂലേ? ഞാനില്ല. അപ്പം എന്തായാലും അവിടെ ഉണ്ടെന്ന് ഞങ്ങൾ ഉറപ്പിച്ചു. ഞങ്ങൾ വിളിച്ചു പറഞ്ഞ് ഇവിടെ എത്തുമ്പോഴേക്കും ഇവിടെ എങ്ങനെ മാറ്റുന്നു, അല്ലെങ്കിൽ എങ്ങനെ ടെററൈസ് ചെയ്യിക്കുന്നു എന്നറിയില്ല. അവരുടെ കയ്യിൽ ഒന്നുമില്ലാണ്ടായി മാറുന്നു, അല്ലെങ്കിൽ ഈ സാധനം അവിടുന്ന് അപ്രത്യക്ഷമാകുന്നു. അതേപോലെ തന്നെ കോളേജ് ഹൗസ് ജംഗ്ഷൻ്റെ അടുത്ത് കുറച്ചൊരു കാട് പിടിച്ച് വെക്കുന്ന പണ്ടൊരു പെട്രോൾ ബങ്കായിരുന്നു. അവിടെ ഒരാൾ വന്നിരിക്കും. എനിക്കൊരു സംശയം, കുറച്ച് പേരുണ്ട് അവിടെ താമസിക്കുന്ന ആൾക്കാരും പറഞ്ഞു. പോയി ചോദിക്കുമ്പോൾ അപ്പം ഞങ്ങൾക്കും ജീവിക്കേണ്ടതെന്ന് അവർ ചോദിക്കുന്നത്.
നമ്മുടെ യുവതലമുറയെ വഴിതെറ്റിച്ചുകൊണ്ട് എന്തിന് പദ്ധതികളാണല്ലോ. അതെ. അന്യദേശ തൊഴിലാളികൾ എന്ന് പറയാൻ പറ്റില്ല. എന്തിനാ അന്യദേശ ലേബറേഴ്സ് വർക്കിംഗ് ഹിയർ. നമ്മള് ദുബായിൽ പോയി ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇത്ര വലിയ സോഫ്റ്റ് കോർണർ എന്തെങ്കിലും കൊടുക്കുന്നു. എന്ത് മണലാരണ്യത്തിൽ കിടന്ന് ബുദ്ധിമുട്ടിയ സാഹചര്യത്തിൽ രക്തം വിയർപ്പാക്കി ജോലി ചെയ്യാൻ പൈസ ഇങ്ങോട്ടായി അയക്കുന്നത് സ്വന്തം മക്കൾക്ക് ഇവിടെ കഞ്ചാവ് അടിച്ച് നടക്കാനായിട്ട്. അങ്ങനെ സാന്ദർഭികമായി പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ ഗ്ലോറിഫൈ ചെയ്ത് പിണറായി കൊണ്ടുവച്ചിട്ട് അവർ നമ്മുടെ യുവതലമുറയെ വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാംഗ്ലൂരിൽ പഠിക്കുന്ന 2 പെൺകുട്ടികൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ അറിയുന്നതുകൊണ്ടായിരിക്കും മാഡം കുറച്ച് ദിവസം ഞങ്ങൾ മാഡത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യട്ടെ ചോദിച്ചിട്ട് വന്നു. എൻ്റെ അടുത്ത് വന്നു. ഇനിന്താ നമുക്ക് സുഖം. അപ്പം നമുക്ക് ഈ ഒരു ടോപ്പിക്ക് ചെയ്യാം. അവരും വളരെ ഹാപ്പി. അവർ പറഞ്ഞു ഇന്ന സ്ഥലങ്ങളിൽ പോകും. ഇല്ല, ഞാൻ വരച്ച് അവർക്ക് മാപ്പ് ഒക്കെ ഇട്ട് കൊടുത്ത്. അവർക്ക് മലയാളി കുട്ടികൾ തന്നെയാണ്, പക്ഷെ താമസിക്കുന്ന ആൾക്കാരില്ല. എല്ലാം അയച്ചു. കുറച്ച് കഴിയുമ്പോൾ അവരുടെ അടുത്ത് വന്നിരിക്കുക. മാഡം നമ്മൾ വിചാരിച്ച പോലെ മാഡം ഓൾഡ് സ്കൂൾ ഇതായിട്ടില്ല, ന്യൂ ജെൻ ആയിട്ടില്ല. മാഡം കഞ്ചാവ് മാഡത്തിന്റെ ലിസ്റ്റില്. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ അവർ പറയാ, നിങ്ങളെ കണ്ടിട്ട് കഞ്ചാവിന്റെ പോലെ തോന്നുന്നില്ല, നിങ്ങൾ ഇവിടെ ഉള്ള ആൾക്കാരല്ല, ഒരു 5 മിനിറ്റ് വെയിറ്റ് ഇതിലേക്ക് ഗൂഗിൾ ചെയ്യും, MDMA തരാന്ന്. അവര് എൻ്റെ അടുത്ത് വന്ന് പറയാ, മാഡം ഇപ്പോഴും പഴയ ഓൾഡ് സ്കൂൾ കഞ്ചാവ് ഞങ്ങളെ അയച്ചിട്ട് ഞങ്ങൾ കഞ്ചാവ് പോയി ചോദിക്കുമ്പോൾ അവരുടെ MDMA തരാന്നാ പറയുന്നത്. അപ്പോൾ ഇതിനൊക്കെ എതിരെയായിട്ട് ശരിക്കും സംഘടിതമായ ഒരു ആസൂത്രിതമായ ഒരു ചങ്ങല ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് മോളെ. ശരിക്കും പറയുകയാണെങ്കിൽ പഞ്ചാബ്, ഗോവയൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത് ഏറ്റവും കൂടുതൽ MDMA അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മയക്കുമരുന്നുകളൊക്കെ വരുന്ന കാര്യങ്ങൾ എന്ന് വിചാരിക്കുന്നു. പക്ഷെ കേരളത്തിലാണ് അതിൻ്റെ ഏറ്റവും അതിപ്രസരം നടക്കുന്നത്. അത് കൊണ്ടുവരുന്നത് മറ്റേ എന്താ പറഞ്ഞ ഏറ്റവും സേഫായിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നത് തീവണ്ടിയിലാണ്. അപ്പോൾ എൻ്റെ ഡിവിഷനിൽ തന്നെയായിരുന്നു റെയിൽവേ സ്റ്റേഷൻ, സൗത്ത് റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ അതിൻ്റെ റോഡിൽ കൂടെ പോകുമ്പോൾ 25 കിലോ 40 കിലോ ഒക്കെ പോലീസ് പിടിക്കുമ്പോൾ സൈൻ ചെയ്ത് കൊടുക്കാനായിട്ട് കൗൺസിലർ നിലയിൽ അല്ലെങ്കിൽ ആരെങ്കിലും വിളിക്കും, മാഡം ആരെങ്കിലും ഉണ്ടോ വിറ്റ്നസ് ആയിട്ട് സൈൻ ചെയ്യാമെന്ന്. ഇത് മുഴുവൻ നമ്മൾ അറിയുന്നത് എങ്ങോട്ടേക്കാണ് പോകുന്നത്? നമ്മളുടെ യുവതയുടെ കയ്യിലേക്ക് തന്നെയാണ് പോകുന്നത്. നമ്മളുടെ കുഞ്ഞുങ്ങൾ ഒരു മന്ദം മയങ്ങി നടക്കുകയാണെങ്കിൽ, അവർക്കൊന്നിനെയും വിലയില്ലാണ്ട് നടക്കുകയാണെങ്കിൽ അതിന് ഉത്തരവാദികൾ അവർ ചോദിക്കുന്ന പൈസ കൊടുക്കുന്ന മാതാപിതാക്കളാണ്. അതോടൊപ്പം തന്നെ ഈ പൈസ കിട്ടുന്നില്ലെങ്കിൽ അഡിക്റ്റ് ആയിട്ട് വഴിവിട്ട ബന്ധങ്ങളിലേക്ക് പോകുന്ന കുട്ടികളുണ്ട്. അവർ തന്നെ, എനിക്കറിയാം, ഒരു സ്കൂളിലെ ഒരു പെൺകുട്ടി ഒരു ദിവസം കൈ മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു. അപ്പോൾ ആ കുട്ടിയെ ചോദിച്ചപ്പോൾ ഇത് പറയുകയൊക്കെ ചെയ്യുന്നത് കൈ ഫോർ ഹെൽപ്പ് എന്നാ പറയുക. ആത്മഹത്യ ശ്രമമാണ്. ശരിക്കും ആത്മഹത്യ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒളിച്ചില്ലേ ചെയ്യുള്ളൂ, ക്ലാസ് റൂമിൽ ഇരുന്ന് ചെയ്യില്ല. ഇറ്റ്സ് എ ക്രൈ ഫോർ ഹെൽപ്പ് എന്നാണ് വിദഗ്ധന്മാർ പറയുന്നത്. ചോദിച്ചു വരുമ്പോൾ മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചാൽ ആ കുട്ടിയുടെ ചേച്ചി ഒരു ഡ്രഗ് മാഫിയയുടെ ഇതിൽപ്പെട്ടു. അമ്മ ഒരു മെയ്ഡ് സെർവൻ്റ് ആണ്, അമ്മുമ്മയുണ്ട്. അപ്പോൾ അമ്മുമ്മ പറഞ്ഞു, മോളെ നമുക്ക് നന്നായി ജീവിക്കണം, നല്ല വീട് വേണ്ടേ, നമുക്കും നല്ല കാറൊക്കെ വേണ്ടേ, നമ്മൾ പിന്നെ ഇങ്ങനെ എപ്പോഴും പാവപ്പെട്ടവരായിട്ട് ജീവിക്കണേ, ബുദ്ധിമുട്ട് ജീവിക്കണേ. അപ്പോൾ അതുകൊണ്ട് ഇതിലെന്താ പ്രശ്നം? നിന്റെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കുക, അത്രയൊക്കെയുള്ളൂ, അല്ലാണ്ട് ഇപ്പം നീ കഴിക്കണമെന്ന് ഞങ്ങൾ പറയുന്നില്ലല്ലോ. ആ കുട്ടി എനിക്ക് ചെയ്യാൻ പറ്റില്ല, കുറച്ച് പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ ചേച്ചിക്ക് ഇതും പോരാ, സെക്സ് റാക്കറ്റിലും അപ്പം നീ സെക്സ് ഇങ്ങനെ വേശ്യ എന്നൊക്കെ വിചാരിക്കുന്നത് എന്തിനാ? അതൊരു എൻജോയ് ചെയ്യൂ. യു ആർ ഡൂയിങ് ഒരു രസകരമായ ഒരു കാര്യമാണെന്ന് വെച്ചാൽ അതിൽ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ലല്ലോ. കുട്ടികൾ എനിക്ക് രണ്ടും പറ്റില്ല, എനിക്ക് പഠിക്കണം, നല്ല നിലയിലെത്തണം, ഞാൻ അങ്ങനെ നിങ്ങളെ നല്ല ഇതിലേക്ക് കൊണ്ടുവരാം. എന്ത് കിട്ടാനാണ് പഠിച്ചു കഴിഞ്ഞിട്ട്? ഞാൻ ഭയങ്കര വീട്ടിലിതായി കഴിഞ്ഞപ്പോൾ ഈ കുട്ടി പറ്റില്ല നിർബന്ധത്തിൽ ഉറച്ചു നിന്നപ്പോൾ മാഫിയയുടെ ആൾക്കാർ വന്നു. ഞങ്ങൾ പറഞ്ഞ പോലെ കേട്ടില്ലെങ്കിൽ വെള്ളം പൊതപ്പിച്ച് കിടത്തുന്നു. പേടിച്ചു പോയി. കൊച്ചു കുട്ടിയല്ലേ, ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടിയല്ലേ, അവൾക്ക് എന്താ ചെയ്യേണ്ടത്, ആരോടാ പറയണ്ടേന്ന് അറിയില്ല. അവൾ ക്ലാസ്സിലിരുന്നുകൊണ്ട് ഒരു ചെറിയ ബ്ലേഡ് എടുത്ത് മുറിച്ചതാണ്. അപ്പം ക്ലാസ്സിൽ സഹപാഠികളും ടീച്ചറൊക്കെ അറിയില്ലേ. ആ കുട്ടി നല്ലൊരു ഹെഡ് മിസ്ട്രസ് ആയിരുന്നു ആ സ്കൂളിലെ. അവരവിടെ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ടുപോയി. ഈവൻ പ്രോസ്റ്റിറ്റ്യൂഷനെ വരെ പെൺകുട്ടികളെ നിർബന്ധിക്കുന്ന സംഘങ്ങൾ ഇവിടെയുണ്ട്. ഗേൾസ് ഹൈ സ്കൂളിൻ്റെ പരിസരങ്ങളിൽ നിന്ന് പലപ്പോഴും എനിക്ക് ഫോൺ കോളുകൾ കൗൺസിലറായിരുന്ന സമയത്ത് വരാറുണ്ട്. മാഡം ഇവിടെ എന്താണ് നടക്കുന്നത്? നമ്മളുടെ കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോൾ അവിടെ നിൽക്കുന്ന ഈ സംഘത്തിലെ ആൾക്കാരുകൾ അവരെ എങ്ങനെ അതിലേക്ക് ഇതാക്കാനായിട്ട് നോക്കണം, ഭീഷണിപ്പെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പല കോളുകളും എനിക്ക് വന്നിട്ടുണ്ട്. പ്രജിത കണക്റ്റഡ് ആണ് അല്ല എന്ന് പറയാം. ഞാൻ 40-40 വർഷം മുമ്പത്തെ കാര്യമാണ് പറയുന്നത്. ഞാൻ ജേർണലിസ്റ്റ് ആയ സമയത്ത് എൻ്റെ അടുത്തൊരു സുഹൃത്ത് പറയുണ്ടായി, തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തൊരു വൈകുന്നേരം സന്ധ്യ സമയത്ത് ഇറങ്ങിയിട്ട് 1 രൂപ കോയിൻ മോളിലേക്ക് ടോസ് ചെയ്താൽ 5 കൈകൾ
ഒരു രൂപ വന്ന് പിടിക്കുക, അത്രയേ ഉള്ളൂ അന്ന് വേശ്യാവൃത്തിക്കുള്ള പ്രതിഫലം എന്ന് വിചാരിച്ചോളൂ. പക്ഷേ സ്വന്തം കുടുംബത്തെയും സ്വന്തം വയറിനെയും ഒരു നേരത്തെ വിശപ്പകറ്റാൻ വേണ്ടിയാണ് ആ കൈകൾ അത് പിടിക്കുന്നത്. പക്ഷെ ഇന്ന് അതല്ല കണ്ടീഷൻ. ഒരു നല്ല എന്താണ് ജീവിതത്തിന് വേണ്ടി, നല്ല ജീവിതം എന്ന് പറഞ്ഞാൽ അവർക്ക് അടിച്ചു പൊളിച്ച് കഞ്ചാവും അടിച്ച് മദ്യവും അടിച്ച് നല്ല ഡ്രസ്സ്, ഇപ്പം എല്ലാം ന്യൂഡിൽ സ്ട്രാപ്പും സ്ലിറ്റ് സ്കേർട്ടും ഒക്കെ ആണല്ലോ, തുണി ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ നോക്കണം. അങ്ങനെയൊക്കെ നടക്കാൻ വേണ്ടിയാണ് അവർ ഈ പ്രവർത്തികൾക്ക് ഇറങ്ങുന്നത്. പണ്ട് വീട്ടുകാരെ പോറ്റുവാനും സ്വന്തം വിശപ്പ് അകറ്റുവാനും വേണ്ടി ആ ഒറ്റ രൂപയ്ക്ക് വേണ്ടി 5 കൈകൾ വന്ന് പിടിക്കുമായിരുന്നുവെങ്കിൽ ഇന്ന് അതല്ല കണ്ടീഷൻ. എൻ്റെ അടുത്തൊരു പോലീസ് ഓഫീസർ പറഞ്ഞിട്ടുണ്ട്, പല പെൺകുട്ടികളും വീടുകളിൽ ജോലിക്ക് പോകണമെന്നും പറഞ്ഞ് രാവിലെ ഇറങ്ങി ഒരു കസ്റ്റമറെ കിട്ടിയാൽ മതി 2000 മുതൽ 3000 രൂപ. ജെൻസി കുട്ടികളല്ലേ, പ്യൂക്കി കുട്ടികളല്ലേ. അപ്പം അയാളും ഹാപ്പി, നല്ല ഇംഗ്ലീഷ് പറയുന്നു, മലയാളം പറയുന്നു, ഇത് പറയുന്നു, എന്ത് വേണമെങ്കിലും പറയുന്നു. ഒരിക്കലൊരു വീട്ടിൽ പോയപ്പോൾ ഒരു ലവ് ജിഹാദ് എന്ന് പറഞ്ഞാൽ കേസാവുന്നല്ല, എന്തായാലും അങ്ങനത്തെ ഒരു കേസെന്ന് നാട്ടുകാർ വിചാരിക്കുന്ന ഒരു കേസിൽ എന്നെ ഇടപെടാനായിട്ട് കൊണ്ടുപോയി. ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ അമ്മ സിംഗിൾ മദറായിരിക്കും കേട്ടോ. അവിടെ ചെന്നപ്പോൾ അമ്മ പറയാം, എൻ്റെ മോള് ഇന്നത്തെ വലിയൊരു കോളേജിലാണ് പഠിക്കുന്നത്, അവൾ ട്രാൻസ്ലേഷൻ ചെയ്ത് കൊടുക്കും. അപ്പോൾ അവൾക്ക് ഒരു മാസം ഒരു 7000 രൂപ 8000 രൂപ. അവർ എന്ത് ട്രാൻസ്ലേഷനാണ് ചെയ്യുന്നത്? ഷീസ് ഫ്രം എ വെരി ഓർഡിനറി ബാക്ക്ഗ്രൗണ്ട്. അവിടെ ഇംഗ്ലീഷും മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയില്ല, മലയാളവും മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയില്ല. അപ്പോൾ എന്ത് ട്രാൻസ്ലേഷനാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് അതിൽ യാതൊരു ഐഡിയ ഇല്ല. സോ ഞാനിങ്ങനെ നോക്കി ചോദിച്ചു വരുമ്പോൾ ഐ നോ ഷീസ് ഓൾസോ ട്രാപ്ഡ് ഇൻ എന്താ ഇങ്ങനെയുള്ളൊരു ഇതിലേക്ക് ട്രാപ്ഡാണ് ആ കുട്ടി. ആ കുട്ടിയുടെ അനിയത്തിയുടെ കാര്യം നോക്കാനാണ് ഞാൻ അങ്ങോട്ടേക്ക് പോയത്. സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ് അനിയത്തി, പ്രായപൂർത്തിയായിട്ടില്ല. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ വീട്ടിലേക്ക് എന്നെ കുറച്ച് പ്രവർത്തകർ കൊണ്ടുപോയതാണ്. അപ്പോഴാണ് ചേച്ചിയുടെ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കുന്നത്. അമ്മ വിചാരിക്കുന്ന മോൾ ട്രാൻസ്ലേഷൻ ചെയ്യുന്നു എന്ന്. ട്രാൻസ്ലേഷൻ ചെയ്യാനുള്ള വിവരവും വിദ്യാഭ്യാസവും ആ കുട്ടിക്കില്ല. 8000 രൂപ 10000 രൂപ മാസം ആഴ്ച തോറും കിട്ടാനുള്ള യാതൊരു ട്രാൻസ്ലേഷൻ കഴിവും ആ കുട്ടിക്കില്ല. കുട്ടികൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവർ കൊണ്ടുവരുന്ന കാശിന് ഒരു അംഗീകൃത സോഴ്സായിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. അത് മനസ്സിലാക്കാനുള്ള വിവരവും വിദ്യാഭ്യാസവും പല അമ്മമാർക്കും അച്ഛന്മാർക്കും ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന അച്ഛനമ്മമാരൊന്ന് ശ്രദ്ധിക്കണം. കുട്ടികൾക്ക് അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് മേലെ വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ അതിന് പുറകിലും ഏതെങ്കിലും സംഘങ്ങൾ ഉണ്ടാവുമെന്ന് മനസ്സിലാക്കാനുള്ളൊരു വിവരം കൂടെ കിട്ടുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു തുടങ്ങിയത് തൂഫാനിനെ കുറിച്ചാണ്. ഇതൊരു കൊടുങ്കാറ്റായിട്ട് മാറുമെന്ന് എനിക്ക് തോന്നുന്നു ഇന്നലത്തെ ഓപ്പറേഷൻസ് കണ്ടിട്ട്. അതൊരു ആരംഭശൂരത്വം ആവാതിരിക്കട്ടെ. ധാരാളം അന്യദേശമൊന്നുമല്ല, ഇവിടെ വന്ന് നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി ഇവിടെ വന്ന് കിടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ താമസ സ്ഥലങ്ങൾ നമ്മൾ റെയ്ഡ് ചെയ്യണം. അവർക്കെല്ലാം കൃത്യമായ ആധാർ കാർഡ് ഉണ്ടോ എന്ന് മനസ്സിലാക്കണം. ഒരു ദിവസം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ കൂടെ ഞാൻ നടന്നു പോകുമ്പോൾ ഒരു പെൺകുട്ടി കണ്ടാൽ തന്നെ അറിയാം, മറ്റേ ഇപ്പോൾ നല്ല പേരുകളാട്ടോ. പണ്ട് നമ്മൾ വേശ്യ എന്ന് വിളിച്ചിരുന്നില്ലേ, മോശമല്ലേ, സെക്സ് വർക്കർ വർക്ക് ചെയ്യുന്നു. അവർ റോഡിൽ കിടന്ന് എന്ത് സോളിസിറ്റ് ചെയ്താലും പ്രശ്നമില്ല, ഒരു പ്രശ്നവുമില്ല. പക്ഷേ ബഹളം ഉണ്ടാക്കരുത്. എൻ്റെ അടുത്ത് ഒരു നല്ല ജീവിക്കുന്ന ഒരു കപ്പിള് അവർ പറയായിരുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ട് കൗൺസിലറെ, ഭാര്യയുടെ വൈകുന്നേരം ദീപാരാധന തൊഴാൻ പോകുന്നേ കൊള്ളാം, തലയിൽ പൂവെങ്ങാനും വെച്ച് വന്നിട്ട് ഏതെങ്കിലും ആരെങ്കിലും പൊക്കിക്കൊണ്ടുപോയി വല്ല ഇതായിട്ട് വന്ന് എൻ്റെ അടുത്ത് പറയരുത്. അപ്പോൾ അതുകൊണ്ട് ഹാൻഡ് ബാഗിലാണ് പൂവൊക്കെ പ്രസാദം അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന ദീപാരാധന കഴിഞ്ഞ് കിട്ടുന്ന പൂക്കളൊക്കെ ഉണ്ടാവില്ല, മുല്ലപ്പൂവ് അങ്ങനത്തെയൊക്കെ വെച്ച് വരരുത്. ഒറ്റ പൂവാണ് സിമ്പിൾ കേട്ടോ. ഒറ്റ പൂവ് തലയിൽ വെച്ചാൽ നമുക്കറിയാം ഈ ജോലിക്ക് നിൽക്കുന്ന എന്താ. അപ്പോൾ ഒരു സ്കൂളിൻ്റെ മുമ്പിൽ ഒരു വലിയ കേബിൾ ഇങ്ങനെ കിടക്കുന്നു, അതിലിരുന്നിങ്ങനെ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണ് ഒരു സെക്സ് വർക്കർ. ഞാൻ പിന്നെ അക്ക വർക്ക് കിട്ടുമ്പോൾ പോകും. ഇതൊക്കെ കൂടെ പൊട്ടിക്കഴിഞ്ഞാൽ 1-2 ദിവസത്തേക്ക് ഞങ്ങൾക്ക് ഇവിടെ കറണ്ട് ഇല്ലാക്ക. എൻ്റെ അക്ക ഞങ്ങൾക്ക് കൂടെ കൊഞ്ചം ഇത് ആലോചിക്കൂ, ഞങ്ങളെ കുറിച്ചും കൂടെ ആലോചിക്കും, ബി കൺസിഡറേറ്റ് എന്നൊക്കെ തമിഴിൽ പറഞ്ഞു. അങ്ങനെ ഒക്കെ എൻ്റെ ഫസ്റ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ ഒരു സ്റ്റൂൾ ഇട്ടിരിക്കുന്നു. ഇത് പോതുമാക്ക, ഞാൻ ഇത് പോതും, പക്ഷെ നീ പോകുമ്പോൾ അത് കൊണ്ട് പോകണം, ഇനി നിൻ്റെ സ്റ്റൂള് കട്ടുകൊണ്ടുപോയി എന്നും പറഞ്ഞ് എൻ്റെ അടുത്ത് കേസിന് വരാൻ പറ്റില്ല എന്ന്. ഇത് ഞാൻ കൗൺസിലറായി ചാർജ് എടുത്ത സമയത്ത് എൻ്റെ ഓഫീസിൻ്റെ ഞാൻ ഇറങ്ങിയൊരു 7-8 മണിയായി വൈകുന്നത്. 2 പെണ്ണുങ്ങൾ അവിടെ ഇള്ളത്ത് നിൽക്കുന്നു. ഞാൻ വളരെ സോഷ്യലി കോൺഷ്യസ് ആയിട്ടുള്ളൊരു പേഴ്സണായതിനും വേഗം കാർ നിർത്തിയിട്ട് പറഞ്ഞു, എവിടെ പോകാൻ നിൽക്കാൻ, ഞാൻ കൗൺസിലറാണ്, ഞാൻ കൊണ്ടാക്കാമെന്ന്. ആണോ,
ഞങ്ങൾ വർക്കിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കൊണ്ടാക്കാം, ഇവിടെ നിൽക്കേണ്ട, ഇത് ഇത്രയും നല്ല സേഫ് പ്ലേസ് അല്ല. ഞങ്ങളുടെ ഡിവിഷനിൽ പത്മ എന്നും പറഞ്ഞിട്ടൊരു അഭിജായത്തിൽ കൊല്ലപ്പെട്ടു പോയ സ്ത്രീയൊക്കെ ഞങ്ങളുടെ ഡിവിഷനിൽ തന്നെയുള്ള സ്ത്രീയാണ്. പക്ഷെ ഭാഗ്യത്തിന് താമസിച്ചിരുന്നത് കടവന്ത്രയിലായിരുന്നു. അവിടെ വർക്ക് പ്ലേസ് എൻ്റെ ഡിവിഷനായിരുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ അവർ പറയുകയാണേ, ഞങ്ങൾ സെക്സ് വർക്കേഴ്സാണ്, വർക്ക് കാത്തിക്കാന്ന്. ഞാൻ കാറ് നമ്പർ കൊടുക്കൂ ചേച്ചി. ഞാൻ എവിടെ നിന്ന് അങ്ങനെ പറഞ്ഞ് രക്ഷപ്പെട്ടു എന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത് ഒട്ടും സേഫായ സ്ഥലമല്ല. നിയമങ്ങൾ മാറി മാറി വന്ന് പണ്ട് നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്, എന്താണ് ഹോട്ടലിലൊക്കെ പിടിച്ച് അവരെ അറസ്റ്റ് ചെയ്യും. ഇപ്പം അങ്ങനെയൊന്നും നടക്കില്ല. ഈവൻ പോലീസുകാർക്ക് വരെ ഇവരെയൊക്കെ പേടിയാണ്. എൻ്റെ അടുത്തൊരു വലിയ ഡിലിജൻ്റായിട്ട് ഷഹീന ഷബ്നം എന്നാണ് മാഡത്തിൻ്റെ പേര്. ആ മാഡം പറഞ്ഞിട്ടുണ്ട്, പോലീസ് ഇവർ പുറകെ ഓടുകയും ആൾക്കാർ ഇതാക്കുകയും ഭയങ്കര ഡിലിജൻ്റ് ആയിട്ടുള്ള ഓഫീസർ. ഞങ്ങൾ വനിതാ ദിനത്തിന് ആദരിക്കുകയൊക്കെ ചെയ്തു. ആ മാഡം പറഞ്ഞിട്ട്, മാഡം രാവിലെ ചെല്ലുമ്പോൾ തന്നെ CI സാറെ വിളിക്കും, ഇവര് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, ഇവരുടെ ഇത് നോക്കിയിട്ട് നെയിം സ്ലിപ്പ് നോക്കിയിട്ടേ. ആൺകുട്ടികൾക്ക് പിന്നെയും പേടിയുണ്ട്, പെൺകുട്ടികൾക്ക് ഒരു പേടിയില്ല. മുഖവും നെയിം സ്ലിപ്പും കൂടെ വരുന്ന വിധത്തിലാണ് ഫോട്ടോ എടുത്തിട്ട് ഞങ്ങളുടെ നേരെ സദാചാര പോലീസിങ് നടത്തിയത്. പോലീസുകാരെന്ത് ചെയ്യാനാ? നമ്മളുടെ ഒരു കുട്ടിയെ സ്വയമായിട്ടിന് പിടിച്ചുകൊണ്ട് പോയാൽ പോലും പോലീസുകാർക്ക് എങ്ങനെ ഇടപെടണം എന്ന് അറിയുന്നില്ല. ഒരു പുരുഷന് വേണ്ടിയിട്ട്, ഒരു പുരുഷന്റെ കയ്യിന് വേണ്ടി 4ഉം 5ഉം സ്ത്രീകളാണ് പിടിച്ചു വലിക്കുന്നത്. ഒരു സഹോദരൻ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, മാഡം എൻ്റെ കൈ പൊട്ടിപ്പോകുന്നു ഞാൻ വിചാരിച്ചു. ഭാഗ്യത്തിന് ഞാൻ തനിച്ചായിരുന്നു കാറിൽ. എൻ്റെ ഭാര്യ ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അതോടുകൂടെ എൻ്റെ ചാരിത്രം പോയേനെ, അവൾ എന്നെ അടിച്ച് പുറത്താക്കുകയും ചെയ്തേനെന്ന്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ഇത് ജനങ്ങൾ കാണുന്നുണ്ട്. പല ഡിവിഷനിൽ പല സ്ഥലത്ത് റെസിഡൻസ് വളരെ അസ്വസ്ഥരാണ്. ഒരിക്കൽ ആലുവയിലൊരു ഇങ്ങനെ സെക്സ് വർക്കർ കൊല്ലപ്പെടുകയുണ്ടായി. അതിനുശേഷം അവിടെയുള്ള എല്ലാവരും ഇങ്ങോട്ടേക്കാണ്, മെട്രോ കയറി ഇവിടെ വരാമല്ലോ. ഞാൻ പറയുന്നത്, ഈ സ്റ്റേഷനിൽ കയറി അപ്പുറത്ത് മഹാരാജാസിൽ ഇറങ്ങണ്ട, അതും എൻ്റെ ഡിവിഷൻ തന്നെ, ഞാൻ അവിടെ ഉണ്ടാവട്ടെ, നേരെ വിട്ടോ, എന്താണ് ടിക്കറ്റ് എടുത്ത് ആലുവയ്ക്ക്, അങ്ങനെയൊക്കെ പറയാമില്ലോ എന്നല്ല. ബട്ട് ഐ യൂസ് ടു ഡു ദാറ്റ് ഫോർ ദ സേക്ക് ഓഫ് ദ ചിൽഡ്രൻ. എൻ്റെ അവിടെ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കും അവിടെ കൂടെ നടന്നു പോകുന്ന വീട്ടമ്മമാർക്കും സാധാരണ സ്ത്രീകളുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെയൊക്കെ ഇൻ്റർഫിയർ ചെയ്യുമായിരുന്നു. അതുപോലെ ഒരു കുറച്ച് വലിയ ബാഗുമായിട്ട് നമുക്ക് ആർക്കും പോകാൻ പറ്റില്ല, ഉടനെ നമ്മൾ മറ്റേതായി. ഞാൻ പറഞ്ഞു വന്നത്, ഒരിക്കൽ പോകുമ്പോൾ ഒരു പെണ്ണിങ്ങനെ നടക്കുക, നമുക്ക് കണ്ടാൽ തന്നെ അറിയാം അവിടെ ഇതായിട്ടില്ല. അതൊക്കെ നമ്മൾ ട്രെയിൻഡായി വെച്ച് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. ഞാൻ വെച്ചാൽ എങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ ഞാൻ വർക്കിന് വേണ്ടി പോയി. എന്ത് വർക്ക് ചെയ്യും? ആധാർ കാർഡ് എവിടെ? ഇനിയിപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഞാൻ അങ്ങനെ ചോദിച്ചു ഇങ്ങനെ ചോദിച്ചപ്പോൾ എൻ്റെ മേത്തേക്ക് ചാടി കയറി വരില്ലേ? ഞാൻ ചോദിച്ചു പോയി, ക്ഷമിക്കൂ. അപ്പോൾ എടുത്ത് കാണിച്ചപ്പോൾ സോഫ്റ്റ് കോപ്പിയാണ്. അതിൽ നമുക്ക് എന്ത് മാനിപ്പുലേഷൻ പോലും നടത്താമല്ലോ. ഇപ്പോൾ പ്രതിയുടെ മുഖമാണെങ്കിൽ കണ്ട വേറെ ആരുടെയും മുഖം, ഏതോ ഒരു പേര്, അങ്ങനെയൊക്കെ കൊണ്ടാണ് നടക്കണേ. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്ത് വർക്കും ചെയ്യുന്നല്ലേ പറഞ്ഞേ. എനിക്ക് ഒരു എൻ്റെ വീട്ടിലെ അടുത്തുള്ള ഒരാൾ കുറച്ച് നാളായിട്ടൊരു സെർവൻ്റ് അന്വേഷിച്ചു, നല്ല ശമ്പളം കിട്ടും, 10,000-25,000 രൂപയോടെ കിടക്കാം. അങ്ങോട്ടേക്ക് പോയിന്നറിയില്ല. അപ്പം ഇങ്ങനെ വന്നിട്ട് ഇവിടെ ചേക്കേറുന്ന ധാരാളം പെൺകുട്ടികളുമുണ്ട്, ആൺകുട്ടികളുമുണ്ട്. നമ്മളുടെ ജീവിതത്തിനെ സുരക്ഷിതമാക്കണം. പലരുടെയും കയ്യിൽ നിന്നൊക്കെ സാധനങ്ങൾ പറിച്ചുകൊണ്ട് പോകാറുണ്ട്, മൊബൈൽ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കൊണ്ടുപോകാറുണ്ട്. അതും നമുക്ക് മൊബൈൽ പോയിന്നുള്ളൂ, പക്ഷെ നമ്മൾ അടിച്ചിട്ടിട്ടാണ് പോകുന്നത്. അടിച്ചിട്ട് പോകുമ്പോൾ നമ്മൾ ആഞ്ഞു വീഴുമ്പോൾ നമ്മുടെ തലയ്ക്കും നമ്മുടെ നെഞ്ചിനും ഒക്കെ പരിക്കേൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ എന്താണ് ആഭ്യന്തരം കൈയാളുന്ന രമേശ് ചെന്നിത്തല മുൻകൈ എടുത്ത് നടപ്പാക്കിയിരിക്കുന്ന 25 ആ പദ്ധതിയിൽ നമ്മൾ ശരിക്കും കൈയും മൈയും മറന്നൊരു വോളണ്ടിയറായിട്ട് പ്രവർത്തിക്കണം. എങ്കിൽ മാത്രമേ നമുക്കും നമ്മുടെ സഹോദരന്മാർക്കും, കാരണം അവരെയും പിടിച്ച് വലിക്കുന്നുണ്ട്, അവർക്കും കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, എന്താണ് ചായയിലൊക്കെ ഇങ്ങനെ കുറച്ചിട്ട് കൊടുത്ത് അഡിക്ഷൻ ആക്കുക. അപ്പോൾ ചായ 5 രൂപയുടെ ചായ എന്നുള്ള 25 നമ്മൾ മേടിക്കും, 50 മേടിക്കും. പിന്നെ ഒരു നല്ല നടപടി ഇപ്പം നമ്മൾ കേൾക്കുന്നുണ്ട്. പിണറായി സഖാവ് വന്ന് കാശിന് വേണ്ടിയിട്ട് മദ്യം ശരിക്കും ഒഴുക്കുകയായിരുന്നു ഇവിടെ കൂടെ. പാലാഴി എന്നൊക്കെ നടന്ന് പാലൊഴുകും തേനൊഴുകും എന്നൊക്കെ പറയുന്ന പോലെ മദ്യം ഒഴുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനൊക്കെ ഒരു കൺട്രോൾ വരും, സമയം പഴയ പോലെ കുറയ്ക്കും, ക്രമീകരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അതുമൊക്കെ നല്ലതാണ്. തൂഫാൻ്റെ ഭാഗമായിട്ട് ഇതിൽ നിന്നൊക്കെയാണ് തുടങ്ങുന്നത് കുട്ടികൾ, മദ്യത്തിൽ നിന്ന് കാര്യങ്ങളിൽ നിന്ന്, അതുമൊക്കെ കുറയ്ക്കുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ജനങ്ങളും മന്ത്രിമാരോടൊപ്പവും ഭരണത്തിനോടൊപ്പം ഉണ്ടാകും. ഈ തൂഫാൻ, ഓപ്പറേഷൻ തൂഫാൻ എല്ലാ വിജയവും നമ്മൾ നേരുന്നു. നമ്മുടെ കുട്ടികൾക്കും നമുക്കും നമ്മുടെ സമൂഹത്തിനും അത്യാവശ്യമായ കാര്യമാണ് രമേശ് ചെന്നിത്തല നടപ്പാക്കി.